ഈ ലോകത്തിലെ എല്ലാം ഒരു വൈബ്രേഷനാണ്. വൈബ്രേഷൻ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം കമ്പനം, സ്പന്ദനം, വിറയൽ എന്നിവയാണ്. ഒരു വസ്തു പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിനെയോ അല്ലെങ്കിൽ വിറയ്ക്കുന്നതിനെയോ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ സ്പർശിക്കുന്ന ഓരോ വസ്തുവും, കാണുന്ന ഓരോ രൂപവും ആട്ടങ്ങളാൽ നിർമ്മിതമാണ്. ആ ആട്ടങ്ങൾ ഒരിക്കലും നിശ്ചലമല്ല. അവ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവയുടെ ചലനത്തിൻ്റെ വേഗമനുസരിച്ചാണ് ഒരു വസ്തു ഖരം, ദ്രാവകം, വാതകം എന്നീ രൂപത്തിലാവുന്നത്. ശബ്ദം പോലും ഒരു വൈബ്രേഷനാണ്. പക്ഷെ അതിലും ശക്തമായത് എന്താണെന്നറിയാമോ? നമ്മുടെ ചിന്തകൾ. ഓരോ ചിന്തയും ഒരു ഊർജം സൃഷ്ടിക്കുന്നു, ഒരു വൈബ്രേഷൻ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതുതന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത്. ശിവം ഭൂത്വാ ശിവം യജേത് എന്ന സംസ്കൃത വാക്യം ഹിന്ദു ആത്മീയതയിൽ വളരെ ഗൗരവമുള്ള ശ്ലോകമാണ്. ശിവം ഭൂത്വാ ശിവം യജേത് എന്നതിൻ്റെ ലളിതമായ അർത്ഥം ശിവനെ യജിക്കുന്നവൻ ശിവനായി മാറും എന്നാണ് അർത്ഥമാക്കുന്നത്. നമ്മൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ആ രൂപത്തിലും ഭാവത്തിലും ആയി മാറും. ചുരുക്കി പറഞ്ഞാൽ, എപ്പോഴും ശിവനെയോ വിഷ്ണുവിനെയോ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അവരുടെ ഈശ്വര ചൈതന്യം ലഭിക്കും. നമ്മുടെ സകല ആഗ്രഹങ്ങളും നമുക്ക് സാധിക്കും. നെഗറ്റീവ് എനർജിയുള്ള ശക്തികളെയോ മനുഷ്യരെയോ ചിന്തിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ നശിച്ചു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം.